ഓക്കെ. അങ്ങനെ ഞാൻ സെക്കൻഡറാബാദിലെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എനിക്ക് അംബാല കിട്ടി. അംബാലയിൽ നിന്ന് എനിക്ക് ചണ്ഡീഗഡ് കിട്ടി. അത് എനിക്ക് അടുത്ത പോസ്റ്റ് എനിക്ക് സിംല കിട്ടി. സിംലയിൽ നിന്ന് എനിക്ക് നേരെ കിട്ടിയത് ബോംബെ കുറച്ച് ദിവസത്തെ ടെമ്പർ ഡ്യൂട്ടിക്കായിരുന്നു. ബോംബെ പോയി. ബോംബെയിൽ നിന്ന് താമസിച്ചു. തിരിച്ച് വന്ന് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് പിന്നെ ഇവിടെ സെക്കൻഡ് മിലിറ്ററി കോളേജ് ഫാക്കൽറ്റി ഓഫ് ഇലക്ട്രോണിക്സ്. എൻ്റെ ട്രേഡ് ഇലക്ട്രീഷ്യൻ ആയിരുന്നു. കാരണം എനിക്ക് അവിടെ ഇലക്ട്രോണിക്സിൻ്റെ വക ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. 3 വർഷം അവിടെ താമസിച്ചു. വൈഫിനെ കൊണ്ടുപോയി. വൈഫ് 3 വർഷം താമസിച്ചു. തിരിച്ചവിടുന്ന് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് നേരെ കിട്ടിയ മലപ്പുറം MSP ക്യാമ്പിൻ്റെ അവിടുത്തെ ഇൻസ്ട്രക്ടറായിട്ട്, MSP ക്യാമ്പിലെ ഇൻസ്ട്രക്ടറായിട്ടാണ് എനിക്ക് കിട്ടി. 3 വർഷം. അങ്ങനെ ഞാൻ മലപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ വെള്ളിയാഴ്ച ആണെന്നും ഞാൻ വെയിറ്റിംഗ് പോരും. അവിടെ മസ്ക് അടിച്ച്, കാരണം ശനിയാഴ്ചത്തെ പരേഡിന് അറ്റൻഡ് ചെയ്യാതെ, കാരണം അവിടുത്തെ ഇപ്പോൾ പറഞ്ഞു തിങ്കളാഴ്ച ആണ് ഞാൻ പിന്നെ വെളുപ്പിന് ഇവിടുന്ന് വണ്ടി കയറി 10 മണിയാകുമ്പോഴത്തേക്ക് മലപ്പുറത്ത് ചെല്ലും. മലപ്പുറത്ത് അങ്ങനെ താമസിച്ച് 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് കേപ്പ് കിരൺ സെക്ടറിലേക്കാണ്. അങ്ങ് മഞ്ഞ് വീഴുന്ന 16 അടി മഞ്ഞ് വീഴുന്ന സ്ഥലത്തേക്കാണ് എനിക്ക് കിട്ടിയ അത് ഇവിടുന്ന് ബൈ ട്രെയിൻ ചണ്ഡീഗഡിൽ നിന്ന് ബൈ പ്ലെയിനാണ് പോകേണ്ടത്. അത് എല്ലാ സമയത്തും പ്ലെയിനില്ല. ചണ്ഡീഗഡിൽ പോയി ക്യാമ്പുണ്ട്, അവിടെ കിടക്കണം. നമ്പർ വരുമ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ചണ്ഡീഗഡിൽ നിന്ന് നേരെ എനിക്ക് കിട്ടി കേംകരൺ സെക്ടർ അവിടെ പോയി 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് പോസ്റ്റിംഗ് കിട്ടി. തിരിച്ച് വീണ്ടും കൽക്കട്ട ബേസ് വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് ഇതിനെപ്പറ്റി എന്ന് പറഞ്ഞിടാം, എനിക്ക് പട്ടാള ജീവിതം 18 വർഷം, എങ്ങനെ അച്ഛൻ ഇപ്പം വരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കാം. അന്ന് ഖത്തർ വെച്ചതിനോട് പറഞ്ഞു. ഞാനിവിടെ കൽക്കട്ടയിൽ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ഞങ്ങളുടെ കേണൽ ഏബ്രഹാമിൻ്റെ എനിക്ക് പോയി പേഴ്സണൽ ഒരു ഇൻ്റർവ്യൂ വാങ്ങിച്ച് പറഞ്ഞു, സാറേ ഇന്ന പോലെ 19 വർഷം ഞാൻ ജോലി ചെയ്തു, എനിക്ക് അടുത്ത പ്രൊമോഷൻ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ അവളുതാറാണ്. പട്ടാളത്തിൻ്റെ അവളുതാറെന്ന് പറയുന്നത് ഇവിടെ 3 വരെയും ഒരു കുത്തുകൊണ്ട് പട്ടാളത്തിൻ്റെ, അല്ലെങ്കിൽ ഇവിടുത്തെ SP-മാരുടെ മാതിരിയാണ് നമുക്കുണ്ടായിരുന്നു. ഞാനും റാങ്കോട് കൂടിയാണ്, അച്ചാൽ പ്രമോഷനോട് കൂടിയാണ് ഞാൻ പോകുന്നത്. ഇനി അടുത്ത എനിക്ക് അശ്വസ്തംഭമായിരുന്നു. അതിനുള്ള ശേഷം വന്നപ്പോഴാണ് ഞാൻ ഹോം നേഴ്സ് വാങ്ങിച്ച് അവരോട് പറഞ്ഞപ്പോൾ കേണൽ റെക്കമെൻഡ് ചെയ്തു. 17ാമത്തെ ദിവസം എനിക്ക് സാങ്ഷനായി ആർമി ഹെഡ്ക്വാർട്ടറിൽ നിന്ന് എനിക്ക് ഡിസ്ചാർജ്. അപ്പോൾ 20 വർഷം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്ന് എനിക്ക് ഫുൾ ഫെസിലിറ്റി പെൻഷൻ കിട്ടുന്നുണ്ട്. യാതൊരു ഇല്ല. 28-ാം തീയതി നാളെന്ന് 30-ാം തീയതി ആണെന്ന് എൻ്റെ പെൻഷൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം മിലിറ്ററിയുടെ എല്ലാ ഫെസിലിറ്റിയും എനിക്ക് കിട്ടും. ഈ സ്പേസ് മേക്കർ വെച്ച് 4 ലക്ഷം രൂപ ഏതാണ്, 5 പൈസ ഞാൻ മുടക്കിയിട്ടില്ല. കാരണം മെഡിക്കൽ ഫെസിലിറ്റി കാരണം അഡ്മിറ്റ് ചെയ്താൽ മതി. അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 പൈസയുടെ മരുന്ന് നമ്മൾ കാശ് ഹോസ്പിറ്റലിൽ പോകണ്ടേ, മിലിറ്ററി ഹോസ്പിറ്റൽ ചെല്ലണ്ടേ? വേണ്ട എനിക്കിപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ ചെയ്തിരിക്കുന്നത് കോട്ടയം ഭാരത് ഹോസ്പിറ്റലാണ്. ഈ സ്പേസ് മേക്കർ മുത്തൂറ്റ് എനിക്ക് ഫ്രീയാ, ബിലിവേഴ്സ് ഫ്രീയാ. പിന്നെ ഇവിടെ കോട്ടയത്തെ എല്ലാ ഹോസ്പിറ്റലും അറിയാം. അത് മെട്രോണിക്സിന്റെ ആണോ? കമ്പനി ഏതാണെന്നറിയോ? പേസ് മേക്കറിന്റെ മെട്രോണിക്സ് ആണോ കമ്പനി? പേസ് മേക്കർ കമ്പനി അറിയാമോ? ബുക്കുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം വൈഫിന് കണ്ണിൻ്റെ കാഴ്ച പോയതായിരുന്നു. ഞാനിവിടെ ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ വെച്ചാൽ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ ഈ ഡോക്ടറെ കാണണം. അങ്ങനെ ബിലിവേഴ്സിൽ ഡോക്ടർ ആഴ്ചയിൽ 1 വരുന്നുണ്ട്. ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുത്ത് കണ്ടു. കണ്ണിൻ്റെ 5 ഇഞ്ചക്ഷൻ കൊടുത്തു. അകത്ത് 5 ഇഞ്ചക്ഷൻ കൊടുത്തു 1 വർഷം കൊണ്ട്. കാരണം 2 മാസം കഴിയുമ്പോഴേ അടുത്ത ഇഞ്ചക്ഷൻ കൊടുക്കത്തുള്ളൂ. ഒരു ഇഞ്ചക്ഷൻ 33,000 രൂപയാണ് ഒരു ഇഞ്ചക്ഷന്. അങ്ങനെ 5 ഇഞ്ചക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ ദൈവം അറിയാതെ കാഴ്ച വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഇതിൻ്റെ ഈ കണ്ണിനെക്കാട്ടിൽ പെർഫെക്റ്റ് കാഴ്ച ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കുന്ന കണ്ണിന്. ഖത്തറിൽ എത്ര വർഷം ജോലി ചെയ്തു? ഖത്തറിൽ 19 വർഷം. പിന്നെ 20 കഴിഞ്ഞു പോന്നു ഖത്തറിൽ നിന്ന്. ബിസിനസ് ആയിരുന്നു? അല്ല, ഞാൻ ഖത്തർ എയർപോർട്ടിലായിരുന്നു. ഇവിടെ ചെന്നൈൻ്റെ പിറ്റേ ദിവസം കാണുന്ന ഖത്തർ എയർപോർട്ടിൽ ജോലി കയറി. ഇന്ന് രാവിലെ 8 മണി വരെയും 11 മണി വരെയും ഖത്തർ എയർവേസ് ജോലി ചെയ്തു. ഖത്തർ എയർവേസ് അല്ല,
ഖത്തർ എയർപോർട്ടിൽ ഒടുവിൽ ഖത്തർ എയർവേസുകാരെടുക്കുകയായിരുന്നു തന്നെ. ഞങ്ങൾ ആദ്യം ഡാർവിഷായിരുന്നു. മനസ്സിലായി. അത് അന്ന് എൻ്റെ അനിയൻ ബ്രിട്ടീഷ് എയർവേസ്, ഖത്തർ എയർവേസിൻ്റെ മാനേജർ, ബ്രിട്ടീഷ് എയർവേസിൻ്റെ മാനേജർ, ഇറാൻ എയർവേസിൻ്റെ മാനേജറായിരുന്നു. തോമസ് പിടിച്ചാനും അവിടെ തന്നെ അല്ലായിരുന്നോ? ലാസ്റ്റ് പെൻഷനായി 30 വർഷം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് എയർവേസിൻ്റെ മാനേജരായിട്ട് ഇറങ്ങിപ്പോകുന്നത്. ആദ്യമേ ഇറാനിയൻ്റെ മാനേജരായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ ഫ്ലൈറ്റിൻ്റെ മാനേജർ. അവൻ ലാസ്റ്റ് 10-13 വർഷം ബ്രിട്ടീഷ് എയർവേസിൻ്റെ എല്ലാ ഇംഗ്ലീഷുകാരെയും തട്ടിക്കളഞ്ഞിട്ട് മലയാളിയായിരുന്നു ബ്രിട്ടീഷ് എയർവേസിൻ്റെ മാനേജരായിട്ട് ജോലി ചെയ്തത്. ഇന്ന് എൻ്റെ അനിയൻ ഇപ്പം 5 വർഷമായാലും എനിക്ക് വന്നിട്ട് രണ്ടുപേരും അവള് ഖത്തർ എയർവേസിൽ ജോലി ചെയ്തു, കൗണ്ടർ സ്റ്റാഫായിരുന്നു. ഓക്കെ അമ്മാമ്മ, താങ്ക് യു സോ മച്ച്. വെട്ടം കുറവുണ്ട്, നിർത്തുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ അമ്മാമ്മയോട് ഒരു വാക്ക് ചോദിക്കുകയാണ്. അമ്മാമ്മയുടെ ചെറുപ്പകാലവും അമ്മാമ്മയുടെ അമ്മായിമാരെ പറ്റി 2 വാക്ക് പറഞ്ഞാൽ ഓർക്കുന്ന ആരെയൊക്കെയാണ് കൂടുതലും? എല്ലാവരെയും അമ്മായിമാരെ എല്ലാവരെയും ഓർമ്മയുണ്ട്. ഇനി ഞാൻ ഉള്ള പറഞ്ഞാൽ വെളിച്ചായൻ്റെ അവിടെ, അതായത് നമ്മുടെ മൂത്തമ്മാച്ചൻ്റെ അവിടെ ചെന്നാൽ അമ്മാച്ചനും അമ്മായി എപ്പം ചെന്നാലും പറയും, എൻ്റെ മോളെ ഇപ്പം ഞങ്ങൾ വെണ്ണിക്കളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ വെണ്ണിക്കളായിരുന്നെന്ന്. ഞാൻ പലപ്പോഴായപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മായിയോട് പറഞ്ഞു, അമ്മായി എപ്പം ഞാൻ വന്നാലും കേൾക്കുന്നൊരു വാക്കായത്, പക്ഷേ ഈ അമ്മാച്ചനും അമ്മായിയും അങ്ങനെ വരുന്നത് ഞാൻ കാണാറില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ അമ്മാച്ചൻ എന്ന് പറഞ്ഞാൽ ഉണ്ണിച്ചായൻ്റെ അവിടെ ചെന്നാൽ ഉണ്ണിച്ചായന് അമ്മായി ഈ പൊങ്ങച്ചോൻ പറയത്തില്ല, അവർ കൂടെ വരികയും ചെയ്യും. പിന്നെ ഇളയ അമ്മാച്ചൻ പൊടിച്ചായൻ വെണ്ണിക്കുളം സ്കൂളിൽ പഠിപ്പിച്ചു. എൻ്റെ അപ്പച്ചനാണ് ആ ജോലി വാങ്ങിച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. അന്ന് മുതല് ജോലി കിട്ടിയ ആളെന്ന് മുതല് ഉച്ചക്കലത്തെ ഊണ് എൻ്റെ വീട്ടിലായിരുന്നു. അമ്മായി ഉണ്ടിട്ടില്ല. പിന്നെ ആദ്യത്തെ കെട്ടിയ അമ്മായി ഏറ്റവും നല്ലതായിരുന്നു. ഒരു കണക്ക് പറഞ്ഞ ആ അമ്മായി മരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ഇപ്പോഴത്തെ അമ്മായിയെ കല്യാണം കഴിക്കാൻ നേരത്തെ പൊടിച്ചാൻ എന്നോട് ചോദിച്ചേ, എടി മോളെ പിന്നെ നമ്മുടെ അന്നമ്മ സാറിനെ നിനക്ക് ഇഷ്ടമാണോ? ഞാൻ വായെടുക്കുകയും പറഞ്ഞു എനിക്കിഷ്ടമില്ല. അതെന്താന്ന് ചോദിച്ചു. അപ്പം തയ്യൽ സാറാ, തയ്യലാ. അപ്പോൾ ഒരു ദിവസം കണ്ട് തയ്യൽ തുണി കൊണ്ടുവരില്ലാതിരുന്നപ്പോൾ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് 3rd മറ്റോ പഠിക്കുമ്പോഴാണ് തോന്നിയത് കല്യാണം. 3rd കണ്ട. അപ്പം ഞാൻ പൊടിച്ചാനോട് പറഞ്ഞു, എനിക്കെങ്ങും ഇഷ്ടമില്ലേ? അതെന്താടി? എന്നെ കുറേ ചീത്ത പറഞ്ഞു, അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. എന്നാ പോട്ടെ എന്നാ വെച്ചാൽ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പൊടിച്ചാൻ ഉഴപ്പി വിട്ടു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ പൊടിച്ചാൻ എന്നോട് ഇങ്ങനെ പിന്നെ പൊടിച്ചാൻ എന്നോട് ചോദിച്ചെങ്കിൽ പൊടിയച്ചന് കല്യാണം ആലോചനയാടി എന്ന് പറഞ്ഞു. പിന്നെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ സ്വന്തമായില്ലേ. പിന്നെ എൻ്റെ അന്നത്തെ ആ കുട്ടിത്തരമൊക്കെ അങ്ങ് മാറിയപ്പം പിന്നെ ഞാനും അങ്ങനെയായിട്ട് കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ പറയാനുള്ളൂ. പിന്നെ വന്നപ്പം പിന്നെ എനിക്ക് പ്രായമായി, പഠിത്തമായി, കാര്യമായി, പിന്നെ വല്ലൊരു കാലത്തും ചെല്ലും എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ ഏതായാലും ഇപ്പോഴേ ഞാൻ ഇരിപ്പായി അധികം യാത്രയില്ലാത്തതുകൊണ്ട് അമ്മ വീട്ടിൽ പോകാറില്ല. പക്ഷേ എൻ്റെ അമ്മ വീടെന്നുള്ളതിൽ അമ്മ വീട്ടുകാരെന്നുള്ള നിലയിൽ ഞാൻ കൊച്ചക്കുടിയിലെ ഡെയ്സിയെ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും വിളിക്കാറുണ്ട്. ചെങ്ങുന്നേരെ ചിന്നക്കൊച്ചമ്മയുടെ സണ്ണിയും സാലിയും ആഴ്ചയിൽ 1 പ്രാവശ്യം വീതം 2 പേരെയും വിളിക്കും. അവരും എന്നെ വിളിക്കുന്നുണ്ട്. പെരുമ്പട്ടിയിൽ പിന്നെ അച്ഛനെ എന്നെ നേരത്തെ ഒരു 2 വർഷം മുമ്പ് വരെ അച്ഛൻ ദിവസവും എന്നെ വിളിക്കുമായിരുന്നു. രാജുവച്ചൻ എന്നെ വിളിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വിളി കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ വല്ലപ്പോഴും അച്ഛനെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കാറ്. അതിൻ്റെ നേരത്തെ ജോറിയൂട്ടിയെ ഞാൻ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. ഇതേ പിന്നെ നെടുങ്ങാടപ്പള്ളി ഓമന ഇന്നും രാവിലെ ഇവളെയും വിളിച്ചു, എന്നെയും വിളിച്ചു, ഇന്നലെ വിളിച്ചു. ഇന്നിൻ്റെ മരണം എൻ്റെ ഉപ്പാപ്പൻ്റെ എൻ്റെ ഉപ്പാപ്പൻ ഇന്നലെ കൊച്ചുണ്ട് മരിച്ചല്ലോ നെടുങ്ങാടപ്പള്ളി ദാനം ചെയ്തത്. എൻ്റെ ഉപ്പാപ്പൻ്റെ കൊച്ചുമോളാ, ഇളയ മോടെ കൊച്ചുമോളാ. എൻ്റെ സ്വന്തം ഉപ്പാപ്പൻ്റെ അവിടെ അമ്മയോട് വല്യമ്മയോട് ഇന്നുവരെ പറഞ്ഞില്ല മരിച്ചു പോയത് കുഞ്ഞ്. അവിടെ ആശുപത്രി കിടക്കുന്നേ ഉള്ളൂ. അപ്പം ആ സ്നേഹം പോലെ നിർത്താനായിട്ട് ഞാൻ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇവരും എന്നെയും വിളിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയട്ടെ. പിന്നെ
പുത്രപ്പള്ളിക്കാരെ മാത്രം വിളിച്ചില്ല. ജോലി ഉണ്ടായിരുന്ന കാലത്തൊക്കെ വല്ലപ്പോഴും ഇപ്പം രമണീയമായിട്ട് എനിക്ക് യാതൊരു ബന്ധം എന്നുവെച്ചാൽ വിളിയില്ല, ഒരു ബന്ധമില്ല. ആരുടെയും കുഴപ്പമില്ല. കാരണം വെച്ചാൽ എന്താ മറ്റേ സണ്ണി വന്നാലും ഇവിടെ വരാതൊന്നും പോകത്തില്ലായിരുന്നു. ഇപ്പോൾ സണ്ണിയും വന്നു. ചിലപ്പോൾ ഓമന വിളിച്ച് പറയും, അച്ഛാ സണ്ണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, രമണിയും ഉണ്ട് ഇവിടെ, ഇങ്ങനെ ഓമന വിളിക്കും. ആ ബന്ധം നിർത്താനായിട്ട് ഇന്നും വിളിച്ചു, ഇന്നലെയും വിളിച്ചു, മിനിഞ്ഞാന്നും വിളിച്ചു ഓമന. ഞാനും വിളിക്കുന്നല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്രയും എല്ലാവരും ഒന്ന് ഓർക്കാൻ പറ്റിയല്ലോ. താങ്ക് യു സോ മച്ച്. ഓർക്കാൻ പറഞ്ഞതിലും താങ്ക് യു സോ മച്ച്. ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് ഒന്ന് എഴുതാനുള്ള ഒരു രീതിക്ക് ഞാൻ വരാം അച്ഛൻ്റെ. ഞാനൊരു പുസ്തകം എഴുതിയിരുന്ന അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചാത്തൻ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ 2 കൊടുത്തിട്ടുണ്ട്. आपको पूना अच्छा लगता है, केरला अच्छा लगता है, कहाँ लगता है आपको? जीना कहाँ? मेरे को जीना बोले तो अभी है ना, मेरे को केरला पसंद है, लेकिन घर उधर ही है। घर उधर ही बोले तो बेचलो उधर ही है। बेचलो अभी तैयार नहीं आप रहे। पुणे में रहना चाहता हूँ। हाँ, मेरा जगह जगह सब कोनी में है, लेकिन अभी उधर ही रबर का झाड़ है। चलो चलो താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. बाबा कह रही हो ഈ വഴിയിൽ ഇത്ര ഞാൻ വേറെ രീതിയിൽ ഒന്നും ഉണ്ടാക്കാം. ആയിക്കോട്ടെ, എന്ന് വന്നാലും അതെ അതെ. അത് എല്ലാം ബാറ്ററി ഡൗൺ ആയിപ്പോയി എല്ലാം.